നമസ്കാരം. അടുത്തിടെ പാകിസ്ഥാനിലെ ബഹവൽപൂരിൽ നടന്ന പൊതുസമ്മേളനത്തിൽ മസൂദ് അസ്ഹർ പ്രസംഗിച്ചെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യക്കെതിരെയും ഇസ്രായേലിനെതിരെയും കൊലവിളിയുമായാണ് ഒളിവിൽ കഴിയുന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് അസ്ഹർ രംഗത്ത് വന്നത്. തീവ്രവാദ സംഘടന നടത്തുന്ന ഓൺലൈൻ ഡിജിറ്റൽ ഹൊറമായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ കേഡറാണ് ഇത് പുറത്തുവിട്ടത്. നരേന്ദ്രമോദി നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ ശവകുടീരത്തിന് മേൽ നിന്ന് നൃത്തം ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോവുകയാണ്. ലോകത്തെ ഇസ്ലാമിക വൽക്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഈ രണ്ടു പേരാണ്, ഇന്ത്യയും ഇസ്രായേലും. ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും നാശമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അസ്ഹർ പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബഹവൽപൂരിലെ ഒരു പൊതുസമ്മേളനത്തിൽ അസ്ഹർ പ്രസംഗിച്ചെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് ഭാരതം. മസൂദ് അസ്ഹറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ട് യാഥാർത്ഥ്യമെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പാണ് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നതെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഭീകരാക്രമണങ്ങൾ നടത്തിയതിൽ മസൂദ് അസ്ഹറിന് വലിയ പങ്കുണ്ട്. അസ്ഹറിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും നിയമത്തിനു മുന്നിൽ അയാളെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ ഇത്രയും നാൾ പാക് ഭരണകൂടം താമസം വരുത്തിയത് മസൂദ് അസ്ഹർ പാകിസ്ഥാനിൽ ഇല്ലെന്ന വാദം ഉയർത്തിയായിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവ് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകും. ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സ് അടക്കമുള്ളവർ ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് മാറ്റിയത്. പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുവാൻ കാര്യമായി പ്രവർത്തിച്ചത് ഇന്ത്യയാണ്. ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്ന ഈ തെളിവ് ഇന്ത്യ കാര്യമായി തന്നെ ഉപയോഗിക്കുമെന്നത് ഉറപ്പാണ്. നീണ്ട 20 വർഷത്തിന് ശേഷമായിരുന്നു മസൂദ് അസ്ഹർ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് പ്രസംഗിച്ചത്. ഇന്ത്യക്കെതിരെ ജിഹാദിനെ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു പ്രസംഗം. കഴിഞ്ഞ മാസം നടന്ന പരിപാടിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഇന്ത്യ തെരയുന്ന കൊടും ഭീകരൻ, ഒന്നിലധികം ഭീകരാക്രമണങ്ങളിലെ പ്രതി, UN ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആൾ, നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ. വിശേഷണങ്ങൾ ഒരുപാടാണ് മസൂദ് അസ്ഹറിന്. 1999 വർഷത്തിൽ നടന്ന കാണ്ഡഹാർ വിമാനാറാഞ്ചലിനു ശേഷം ഇന്ത്യ വിട്ടയച്ച ഭീകരരിൽ ഒരാളായിരുന്നു മസൂദ് അസ്ഹർ. അതിനുശേഷമായിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന അയാൾ ആരംഭിക്കുകയും ഇന്ത്യക്കെതിരെയുള്ള പ്രതികാര നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. 2001 പാർലമെന്റ് ആക്രമണം മുതൽ 2019 പുൽവാമ ആക്രമണം വരെയുള്ള കേസുകളിൽ പ്രതിയായ കൊടും ഭീകരൻ എന്ന് ചുരുക്കി പറയാം. 2019 മെയ്യിലാണ് ഇയാളെ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത്. ഫ്രാൻസാണ് മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം സജീവമാക്കി നിർത്തിയത്. UN രക്ഷാസമിതിയിൽ മസൂദിനെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചതും ഫ്രാൻസ് ആയിരുന്നു. ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതിനാൽ മസൂദ് അസ്ഹറിന് സംരക്ഷണം നൽകാൻ പാകിസ്ഥാന് ഔദ്യോഗികമായി സാധിക്കില്ലെങ്കിലും മസൂദ് പാകിസ്ഥാനിൽ തന്നെയാണ് ഉള്ളതെന്ന് നേരത്തെ തന്നെ സംശയം ഉയർന്നിരുന്നു. രാജ്യത്തെ നടുക്കിയ ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ നടത്തിയ മസൂദ് അസ്ഹർ ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയെ വിലസുന്നതിനിടെയാണ് ഈ പുതിയ വീഡിയോ ചർച്ചയായി മാറിയത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.